ഭദ്രക്കുട്ടി, എന്തോ ഭദ്രക്കുട്ടിക്ക് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്തേ? ആർക്ക് അടി കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഒന്നുകൂടെ ആലോചിച്ചു. ആ ടീച്ചറിന്റെ പേര് പറഞ്ഞു. എല്ലാം കുഴപ്പമുള്ളതെല്ലാം രാജി ടീച്ചർ. രാജി ടീച്ചർ ചുമ്മാ പറഞ്ഞോ, അടി കിട്ടുന്ന അവർക്ക് കിട്ടിക്കോട്ടെ. അമ്മയാണോ അച്ഛനാണോ രാജി ടീച്ചറാണോ? 3 പേരിൽ ആരാന്ന് പറഞ്ഞാൽ മതി. ഞാനിവിടെ വടി വെച്ചിട്ടുണ്ട്, ഒരു അടി കൊടുക്കാൻ മതി. ആരാ സെലക്ട് ചെയ്ത ഈ പാട്ട്? പെട്ടെന്ന് പറയൂ. ഇല്ല, രാജി ടീച്ചർ അല്ല, ഈ അച്ഛനും അമ്മയും ആരാണ്ടാണ് ഈ വേല ചെയ്തത്. അതുകൊണ്ടാ കുഞ്ഞ് പറയാത്തത്. മടി ഇത്ര അമ്മയാ. പറയൂ. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. അമ്മയാണ്. അമ്മയ്ക്കൊരു വലിയ കൈയടി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ സൂപ്പർ സൂപ്പർ. നല്ല സെലക്ഷൻ. നല്ല രസമായിരുന്നു കേൾക്കാൻ. തന്തം തന്തം തം തന്തം 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 തം തന്തം. ഇതിങ്ങനെ മനസ്സിൽ കിടക്കുക. മക്കളെ, ഞാൻ പറയുമ്പോഴെങ്കിലും എന്നെ നോക്ക്. 24 മണിക്കൂറും അച്ഛനെ അമ്മയല്ലേ നോക്കുന്നേ. ഇവിടെ ഞാനൊരു ഷട്ടർ ഇടാൻ പോവാ. കുട്ടികൾ വരുമ്പോ കുതിരക്ക് വെച്ച് കെട്ടുന്ന സാധനമാണ്. അതായാലും മതി. ലാടനോ ലാടമോ എന്നാ ചുമര് വെച്ചോ. എന്താ പിന്നെ അവരെ ജയിലിൽ പിടിച്ചിടാ. ആ, വല്ലതും ചോദിക്കാനുണ്ടോ എൻ്റെ അടുത്ത്? കടങ്കഥയോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഒരു കുസൃതി ചോദ്യം ഉണ്ടോ? അമ്മേന്റെ മൊബൈലിൽ ഒരു ആമേന്റെ ഫോട്ടോ ഉണ്ട്. അമ്മേന്റെ കഥേന്റെ ഒരു ഫോട്ടോ. അപ്പൊ അമ്മയും ആമയും ബെസ്റ്റ് കോമ്പിനേഷൻ മക്കളെ. അവള് ചിരിക്കുന്നേ മറ്റേ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടാ. അതിന്റെ സൗണ്ട് ഇല്ല, സൗണ്ട് പ്രൂഫാ. ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര ചിരിയാ. വേണമെങ്കിൽ മൈക്കി പറയാൻ ചിരി. നോക്കട്ടെ. ഇല്ലട്ടോ, ഒരു ശ്വാസം എടുക്കുന്ന ഒച്ച പോലും നമുക്ക് കേൾക്കില്ല. അതായത് മിനുട്ടി നോക്കി ചിരിക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ടും ഇല്ല. അല്ല, അതുവരെ വലിയ സംസാരിച്ചോണ്ടൊക്കെ ഇരുന്നിട്ട് നമ്മളെന്തെങ്കിലും മകളെ ഒരു ശബ്ദം ഉണ്ടാക്കി ചിരിച്ചേ. അയ്യോ, അത് വാപത്തുന്ന എന്തിനാ? പല്ല് തേച്ചില്ലേ മക്കള്? തേക്കാറില്ല അണ്ണ. അത് പല്ലും തേക്കും കുളിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എണ്ണ കൂടുതൽ തേച്ചിട്ട് ഷാമ്പും തേച്ച് കുളിക്കും. പിന്നെ വെറുതെ കുളിക്കും. എണ്ണ മാത്രം തേച്ച് കുളിക്കും. ഷാമ്പു ഷാമ്പു മാത്രം തേച്ച് കുളിക്കും. എണ്ണ മാത്രം തേച്ച് സത്യം പറഞ്ഞ ഷാമ്പുവും കൂടെ തേച്ച് കുളിക്കും. ഈ സത്യം പറഞ്ഞപ്പോഴേ എന്തൊരു ചിരി അവിടെ. വാ തുറന്നു. സത്യം പറഞ്ഞപ്പോ അങ്ങ് വാ തുറന്നു. അല്ല മക്കളെ, എന്റെ ഒരു ആഗ്രഹം മക്കളെ, ചരിത്രങ്ങളുടെ ആഗ്രഹം ഒന്ന് ചിരിക്കുവാടാ. ഇതൊരാശ്വാസായി. അയ്യോ, ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കമന്റ് പറയണ്ട. ഭദ്രക്കുട്ടിയുടെ പാട്ടിനെ കുറിച്ച് എന്ത് പറയണോ? സൂപ്പറായിരുന്നല്ലേ? പറയണ്ടല്ലോ, പറയണോന്ന്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, സൂപ്പറായിരുന്നു. ഈ പാട്ടൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ആലോചിച്ചേ. കാരണം 2 പേരാ പാടിയേക്കുന്നത് അല്ലേ? മോൾ ഒറ്റയ്ക്ക് വരി നോക്കി 2 പേരും പഠിപ്പിച്ചു. പിന്നെ ഗ്രൂമിങ് അങ്കിളും പഠിപ്പിച്ചു. എന്തൊക്കെയാലും മനോഹരമായിട്ട് പാടി. സൂപ്പർ. അപ്പോ ചിരിച്ചത് കൊണ്ട് മാത്രം ഇല്ലായിരുന്നേ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. ഞങ്ങളുടെ സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഒരു ഗിഫ്റ്റ് തരികയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു റൂള്, ഇനി പാടാൻ വരുമ്പോ അങ്ങോട്ട് നോക്കത്തില്ല എന്ന് സത്യം ചെയ്യാം.
ഞങ്ങളെ നോക്കി പാടണം, ക്യാമറ നോക്കി പാടണം. ഓക്കെ. ഓക്കെ ആണല്ലോ, എങ്കിൽ മാത്രമേ ഗിഫ്റ്റ് തരൂ. ഓക്കെ. ഓക്കെ. അപ്പോഴും അങ്ങോട്ട് നോക്കി. അതെ. ഓക്കെ. എന്താണെന്ന് പറയാം. ഞാൻ കണ്ടു, പാവക്കുട്ടിയല്ലേ? അണ്ണാച്ചി, ഞാൻ നാണം കിട്ടുപോയല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ചുവന്നു കൊണ്ടുവന്നപ്പോഴേ. ഓ, ഇതെനിക്കാ. എനിക്കാ. നല്ല തടിയുള്ള തടി പേർ. ആണോ മീനുട്ടി? അല്ല, എനിക്കാ. മീനുട്ടിക്കാ. അപ്പൊ എന്തായാലും ഞാൻ ഇത് മോക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മീനുട്ടിക്ക് കൊടുക്കും. താങ്ക് യു എംജി അങ്കിളെ. അത് നല്ല ചേർച്ചയുണ്ട്. അപ്പൊ അങ്ങോട്ട് ചോദിക്ക്. അമ്മയും മോനെ പോലുണ്ട്. ഇത് വേണോ? വേണം. അപ്പൊ ഞാൻ ശരി എംജി അങ്കിളെ. ഇത് വേണ്ടല്ലോ. വേണം. ശരി എംജി അങ്കിളെ, താങ്ക് യു. വേണം. വേണം. പൊട്ടിച്ചിരിച്ചാ തരും. പോരാ, നീളത്തി ചിരി. ക്യാമറ നോക്കി ഒരു നല്ല നീട്ടി ഒരു ചിരി കൊടുത്തു. One, two, three. ഭയങ്കര ഉള്ളിലുള്ള ശക്തി മൊത്തം എടുത്തിട്ടാ. ഹാപ്പിയാണോ? ഇനി അങ്ങോട്ട് നോക്കാതെ മോളെ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നോക്കാം. ആ മാമനെ നോക്ക്. ഹാപ്പി ആയോ? ഹാപ്പിയായി. ഓക്കെ.